പൊടികാട്ടുവിള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചു. സർവാഭീഷ്ട പ്രദായിനിയായ സരസ്വതീ ദേവിയുടെ പ്രീതിയും അനുഗ്രഹവും നേടുന്നതിന് വേണ്ടിയുള്ള നവരാത്രി ഉത്സവം ആരംഭിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമെന്നോണം പൊടിയാട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവതയായ ദേവിയുടെ നടക്കിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അല്പസമയത്തിന് മുമ്പാണ് നിലവിളക്ക് കൊളുത്തി ഈ നവരാത്രി മഹോത്സവത്തിൻ്റെ സമാരംഭം ഇവിടെ കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭംഗിയായും നൃത്തത്തിനും സംഗീതത്തിനും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ 9 ദിവസം, വരുന്ന 9 ദിവസം, നാളെ മുതൽ എല്ലാ ദിവസവും വായനയുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രൊഫഷണലായ ആൾക്കാരുടെയും കലാപരിപാടികൾ കൂടി നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സർവരുടെയും നമ്മുടെ പൊടിയാട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപ പ്രദേശത്തുള്ള എല്ലാ ഭക്തരുടെയും, പൊതുവെ എല്ലാ ദേവീഭക്തരുടെയും അനുഗ്രഹങ്ങൾ, എല്ലാവരുടെയും സാന്നിധ്യം, അവരുടെ സഹായം, സഹകരണം നമ്മുടെ പൊടിയാട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ഉണ്ടാകണം. എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ആദരപൂർവ്വം, ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും, ഇതുവരെ ഭക്തജനങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും കൊണ്ട് അത് തുടർന്ന് ഉണ്ടാകണം. എല്ലാം ഭംഗിയായി നടക്കുവാൻ സർവേശ്വരിയായ പ്രധാനിയായ ദേവിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ 12-ാം ദിവസം നമ്മൾ ഇവിടെ 2 പ്രോഗ്രാമാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു കുട്ടിയുടെ നൃത്തമാണ് 12-ാം തീയതി. 9-ാം ദിവസം നൃത്തമാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു പ്രശസ്തയായ ഒരാളിൻ്റെ ഇന്ദു ജയസിൻ്റെ സംഗീത സദസ്സും ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതുകൂടാതെ തന്നെ വരുന്ന ശനിയാഴ്ച ദിവസം നമ്മൾ ഒരു ഗാനമേള, ട്രാക്ക് ഗാനമേള ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ അവരുടെ കലാപരിപാടികൾ, നൃത്തങ്ങളാണെങ്കിലും ഗാനങ്ങളാണെങ്കിലും ഭജനയാണെങ്കിലും അതൊക്കെ 7:30-ക്ക് ശേഷം, എല്ലാ ദിവസവും 7:30-ക്ക് ശേഷം നടത്തുവാനുള്ള ക്രമീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സാധാരണയിൽ നിന്ന് നവരാത്രി മഹോത്സവം ദീപത്തിൻ്റെ അലങ്കാരമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ദീപത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ അലങ്കാരങ്ങളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവാഭീഷ്ട പ്രദായിനിയായ ദേവിയുടെ സർവ്വ അനുഗ്രഹങ്ങളും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള സമീപ പ്രദേശത്തുള്ള സർവ്വ ആൾക്കാർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയധികം ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഭക്തജനങ്ങൾ എല്ലാവരുടെയും 100% സഹായവും സഹകരണവും ഉള്ളതുകൊണ്ടാണ് ഇത്ര മഹനീയമായി പൂർവാധികം ഭംഗിയായി ഈ നവരാത്രി മഹോത്സവം ഇവിടെ കൊണ്ടാടുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, ചെയ്യിക്കുന്നത്.